ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ രണ്ട് വാക്കുകൾ നോക്കുക. ഗോ, ഗോസ്. ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു രണ്ട് വാക്കുകളാണല്ലേ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇതെങ്ങനെ സെൻറ്റൻസിൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്കൊരു ആ സംശയം നമുക്ക് മാറിക്കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇത് പാർട്സ് ആയിട്ടാണ് ചെയ്യുക. ആദ്യം നമ്മൾ ഇതെങ്ങനെ ബേസിക് ആയിട്ട് ഉപയോഗിക്കാമെന്നും പിന്നെ ഇതൊരു നെഗറ്റീവ് ഫോമിൽ എങ്ങനെ പറയാമെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഗോയും ഗോസും ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് സിറ്റുവേഷനിലാണ്. ഓക്കെ, പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സാധാരണ കാര്യങ്ങളെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. ഓക്കെ, അതായത് ഗോയും ഗോസ് എന്നും പറയുമ്പോൾ പോവുക എന്നൊരു സെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റുകളൊക്കെ സബ്ജക്റ്റുകളുണ്ടല്ലോ, ഓരോ സെൻറ്റൻസിലും നമ്മളൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ. സബ്ജക്റ്റുകൾക്കനുസരിച്ചാണ് വ്യത്യാസം വരിക. അതായത് നമ്മൾ നോക്കിയിട്ടുള്ള സബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഉണ്ടല്ലോ. സോ ആ സബ്ജക്റ്റിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഗോ എന്നത് നമ്മൾ യൂസ് ചെയ്യുക ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ഒപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഐ. ഓക്കെ, ഞാൻ എന്നെപ്പറ്റി പറയുമ്പോൾ ഐ ഗോ എന്നാണ് പറയുക. ഞാൻ നിന്നെപ്പറ്റി പറയുമ്പോൾ എങ്ങനെയാണ്? യു. നീ എന്ന് പറയുമ്പോൾ യു അല്ലേ, യു ഗോ എന്നാണ് പറയുക. പിന്നെ ഏതാണ്? വി. ഓക്കെ, വി എന്നത് പറയുമ്പോൾ നമ്മൾ ഗോയാണ് യൂസ് ചെയ്യുക, വി ഗോ. പിന്നെ അതുപോലെ തന്നെ ദെയ് എന്ന് പറയില്ലേ നമ്മൾ, ദെയ് അവർ. ഓക്കെ, ദെയ് ഗോ എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരുടെ പേര് പറയും. ഓക്കെ, പ്ലൂറൽ നൗൺ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആളുകളുടെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഗോ തന്നെയാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ ജാക്ക്. ഓക്കെ, ജാക്ക് ആൻഡ് എമ്മ. ഓക്കെ, ഞാൻ രണ്ടുപേരെ പറ്റി പറയാണ് അല്ലേ, ഒന്നിൽ കൂടുതലായി ജാക്ക് ആൻഡ് എമ്മ. സോ ഈ ഐ, യു പിന്നെ അതുപോലെ തന്നെ ഈ പ്ലൂറൽ നൗണുകളെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഗോ ഉപയോഗിക്കുക. സോ ഐ ഗോ, യു ഗോ, വി ഗോ, ദേ ഗോ, ജാക്ക് ആൻഡ് എമ്മ ഗോ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതേസമയം തന്നെ ഗോസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സെയിം മീനിങ് തന്നെയാണ്, പക്ഷേ സബ്ജക്റ്റിനാണ് വ്യത്യാസം വരുന്നതല്ലേ. നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് അതിനനുസരിച്ചാണ് വ്യത്യാസം വരിക. സോ ഗോസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഐയും യുവും പ്ലൂറലാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഏതായിരിക്കും നമുക്കറിയാം. ഷീ അല്ലേ, അവൾ എന്ന് പറയുമ്പോൾ ഷീ. ഓക്കെ, ഷീ എന്ന് പറയുമ്പോൾ ഞാൻ ഗോസ് ആണ് പറയുക, ഷീ. പിന്നെ അതുപോലെ തന്നെ ഹീ ഗോസ് എന്നാണ് പറയുക. ഇറ്റ് അല്ലേ, ഒരൊറ്റ കാര്യത്തെ പറ്റി ഒരൊറ്റ വസ്തു അല്ലെങ്കിൽ ഒരു ആനിമൽ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോഴും ഞാൻ ഗോസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ്? സിംഗുലാർ നൗണുകളാണല്ലേ. ഇതിലതേപോലെ തന്നെ ഒരാളുടെ പേര് വരുമ്പോഴും അല്ലേ, ഇപ്പം ഞാൻ പറയാണ് ജാക്ക് എന്ന് മാത്രം ഞാൻ പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ജാക്ക് ഗോസ്. സോ ഷീ ഗോസ്, ഹീ ഗോസ്, ഇറ്റ് ഗോസ്, ജാക്ക് ഗോസ്. അപ്പോൾ ഒന്ന് നോക്കി നോക്കി, ഇതാണ് മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഗോ നമ്മൾ എന്താണ് ഈ പറഞ്ഞ സബ്ജക്റ്റുള്ളപ്പം, ഗോസ് നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റുള്ളപ്പം യൂസാണ് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുകയാണ്. പക്ഷേ ആകൊരു സെയിം മീനിങ് ആണ്. ആകൊരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ സബ്ജക്റ്റുകൾക്ക് ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. ഇനി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് എന്താണ്? എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ എന്നെപ്പറ്റി പറയുകയാണല്ലേ. സോ ഞാൻ എന്നെപ്പറ്റി പറയുമ്പോൾ എന്താണ്? ഞാൻ അതിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യല്ലേ. സോ ഞാൻ സ്കൂളിൽ പോകാറുണ്ടെന്ന് പറയുമ്പോൾ ഐ ഗോ ടു സ്കൂൾ എന്നാണ് പറയുക. ഓക്കെ, ഐ ഗോ ടു സ്കൂൾ എന്നാണ് പറയുക. അതേസമയം തന്നെ അവൾ സ്കൂളിൽ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഷീ അല്ലേ, ഷീ ആയ കാരണം എന്തായിരിക്കും? ഗോസ് ആണ് വരിക. ഓക്കെ, ഷീ ഗോസ് ടു സ്കൂൾ അല്ലേ, ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് വരിക. ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടെന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഐ ഗോ ടു സ്കൂളിൻ്റെ ഒപ്പം തന്നെ എന്താണ്? എല്ലാ ദിവസവും ഒന്ന് മീനിങ് വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക എവറി ഡേ എന്നൊരു അഡ്വേർബ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. അതേപോലെ തന്നെ അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ടെന്ന് പറയുമ്പോൾ ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ അല്ലേ, എല്ലാ ദിവസവും എന്ന മീനിങ് വരുന്ന ഒരു അഡ്വേർബാണ് എവറി ഡേ. അപ്പം നമ്മൾ എവറി ഡേ എന്ന് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ ഒരു സ്പേസ് വേണം. ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷിൽ അതൊരു പ്രശ്നമല്ല, നമ്മൾ പറയുകയാണല്ലോ. ബട്ട് നിങ്ങളിപ്പോൾ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാണ്, എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എവറി ഡേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്പേസ് ആവശ്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. അവർ എല്ലാ ദിവസവും ജോലിക്ക് പോകാറുണ്ട്. അവർ എന്ന് പറയുമ്പോൾ ഏതാണ് സബ്ജക്റ്റ് വരിക? ദേ അല്ലേ, ദേ.
അവർ പോകാറുണ്ടെന്ന് പറയുമ്പോൾ ദേ ആയതുകൊണ്ട് നമുക്കറിയാം ഗോയാണ് വരല്ലേ. സോ ദേ ഗോ ടു എവിടേക്ക്? ദേ ഗോ ടു വർക്ക് അല്ലേ. ദേ ഗോ ടു വർക്ക് എല്ലാ ദിവസവും എന്ന് പറയാനായിട്ട് എന്താണ്? എവ്രി ഡേ അല്ലേ. സോ ദേ ഗോ ടു വർക്ക് എവ്രി ഡേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ പോകാറുണ്ട്. ഓക്കെ, ഞങ്ങൾ അവിടെ പോകാറുണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? വി അല്ലേ. ഓക്കെ, സോ പോകാറുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? വി ആയതുകൊണ്ട് ഗോയാണ് വരാം. സോ വി ഗോ അവിടെ എന്ന് പറയാനായിട്ട് എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? വി ഗോ ദേർ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വി ഗോ ടു ദേർ എന്ന് പറയണ്ട. ദേർ എന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് വി ഗോ ദേർ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ, ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഡെസ്റ്റിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനവിടെ ടു യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കണ്ടില്ല, ഇവിടെ ഞാൻ ടു യൂസ് ചെയ്തിട്ടില്ല. അതായത് ഇതേ സിറ്റുവേഷനിൽ ഞാൻ പറയാണ്, ഇപ്പോൾ അവർ സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ പറയുക? അല്ല, ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക? വി അല്ലേ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ആണ്. വി ഗോ ടു അല്ലേ. വി ഗോ ടു സൂപ്പർ മാർക്കറ്റ് അല്ലേ. വി ഗോ ടു സൂപ്പർ മാർക്കറ്റ് എന്നാണ് പറയുക. സോ നമ്മൾ ഇവിടെ ദേർ എന്ന് മാത്രം പറയുമ്പോൾ ഞാൻ അവിടെ ടു യൂസ് ചെയ്തില്ല. ബട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് മീനിങ് വരാനായിട്ട് എങ്ങനെയാണ്? വി ഗോ ടു എന്ന് ഞാൻ യൂസ് ചെയ്തു. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടത് എന്താണ്? ബേസിക് ആയിട്ട് ഗോയും ഗോസും എങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോണത്, ഇനി നമുക്ക് ഇത് തന്നെ നെഗറ്റീവായിട്ട് എങ്ങനെ പറയാം. അതായത് ഞാൻ സ്കൂളിൽ പോകാറുണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് എങ്ങനെ പറയാം? ഞാൻ സ്കൂളിൽ പോകാറില്ല. അവൾ സ്കൂളിൽ പോകാറുണ്ട്, അവൾ സ്കൂളിൽ പോകാറില്ല. ഇതൊക്കെ എങ്ങനെ പറയാമെന്ന് നോക്കാം. സോ ഞാൻ സ്കൂളിൽ പോകുമെന്ന് പറയുമ്പോൾ ഐ ഗോ ടു സ്കൂൾ അല്ലേ. ഐ ഗോ ടു സ്കൂൾ. സോ ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഞാനവിടെ ഡു നോട്ട് എന്നാണ് യൂസ് ചെയ്യുക. ഡു നോട്ട് എന്നതിനെ ചുരുക്കിയിട്ട് എനിക്ക് ഡോണ്ട് എന്ന് പറയാൻ പറ്റുമല്ലേ. സോ ഐ ഡോണ്ട് എന്താണ് ചെയ്യാത്തത്? ഐ ഡോണ്ട് ഗോ അല്ലേ. ഞാൻ പോകാറില്ല അല്ലേ. ഐ ഡോണ്ട് ഗോ എവിടേക്ക്? ടു സ്കൂൾ എന്നാണ് പറയുക. ഓക്കെ, ഞാൻ സ്കൂളിലേക്ക് പോകാറില്ല. സോ ഐ ഡോണ്ട് ഗോ. സോ ഞാൻ പോകുമെന്ന് പറയുമ്പോൾ ഗോ എന്നും പോവില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡോണ്ട് ഗോ എന്നുമാണ് പറയുക. അതേപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ നോക്കുക. ഷീ ഗോസ് ടു സ്കൂൾ അല്ലേ. ഷീ ഗോസ് ടു സ്കൂൾ ഇവിടെ എങ്ങനെയായിരിക്കും വരാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം നമ്മൾ ഡൂവും ഡസും ഡിഡും ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കാണുക. അപ്പോൾ ഇത്തിരി കൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. സോ നമ്മളെന്തായാലും പറയാം ഇവിടെ നമ്മൾ ഷീ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡസിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഷീ ഒക്കെ ആകുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ഡസും നെഗറ്റീവായിട്ട് നമ്മൾ എന്താണ്? ഡസിൻ്റെ ആണ് യൂസ് ചെയ്യുക. സോ എങ്ങനെയായിരിക്കും വരാം? ഷീ ഡസ് നോട്ട് അല്ലേ. അവൾ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഷീ ഡസ് നോട്ട്. ഡസ് നോട്ടിനെ ചുരുക്കിയിട്ട് നമ്മൾ ഡസിൻ്റ് എന്നാണ് പറയുക. സോ ഷീ ഡസിൻ്റ്. അവിടെ നമ്മൾ പിന്നെയും ഗോസ് എന്ന് പറയണ്ട, ഗോ എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. അത് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് കൺഫ്യൂസിങ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഞാൻ ഓക്കെ നോർമലായിട്ട് പറഞ്ഞപ്പോൾ എന്താണ്? ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ് പറഞ്ഞത് അല്ലേ. ഷീ ഗോസ് ടു സ്കൂൾ. പിന്നെ നമ്മൾ വീണ്ടും അത് നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഷീ ഡസൻ ഗോ എന്നാണ് പറയുക. സോ ഇതേപോലെ ഏതൊരു വെർബ് എടുത്താലും ശരി, നമ്മളിതേപോലെ ഡസിൻ്റോ അല്ലെങ്കിൽ ഡോണ്ടോ ഒക്കെ വരുമ്പോൾ ലൈക്ക് നമ്മൾ ഈ ഒരു ആ വെർബിൻ്റെ നോർമലായിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഷീ ഡസിൻറ്റ് ഗോ ടു സ്കൂൾ എന്നാണ് പറയുക. ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ദേ പറഞ്ഞിരുന്നല്ലേ. സോ ദേ പറയുമ്പോൾ എന്താണ്? ദേ ഡോണ്ട്. ഇപ്പോൾ അവർ ജോലിക്ക് പോകുമെന്ന് പറയുമ്പോൾ ദേ ഗോ ടു വർക്ക് അല്ലേ. ദേ ഗോ ടു വർക്ക്. അവർ ജോലിക്ക് പോവാറില്ല എന്ന് പറയുമ്പോൾ ദേ ഡോണ്ട് ഗോ ടു വർക്ക്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളുടെ പേര് പറയുമ്പോഴും ശരിയല്ലേ. ലൈക്ക് ഇപ്പോൾ ഞാൻ എമ്മ എന്ന് പറയുമ്പോൾ ഓക്കെ, എമ്മ ജോലിക്ക് പോകുമെന്ന് പറയുമ്പോൾ ഷീ ഗോസ് ടു വർക്ക് എന്നും, എമ്മ ജോലിക്ക് പോവാറില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക? എമ്മ. ഓക്കെ, ആരെ പറ്റിയാണോ പറയണത് അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെന്താണ്? ഡസിൻ്റ് അല്ലേ. ഓക്കെ, ഡസ് നോട്ട്. എമ്മ ഡസിൻ്റ് ഗോ ടു എങ്ങോട്ടാണ്? ഗോ ടു വർക്ക് അല്ലേ. എമ്മ ജോലിക്ക് പോവാറില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത്തിരി കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതിലൊരു 4 സെൻറ്റൻസ് ഉണ്ട്. ഓക്കെ, 4 സെൻറ്റൻസ് ഉണ്ട്. ചില സെൻറ്റൻസുകൾ ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താൻ നോക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ചിലതൊക്കെ തെറ്റാണ്, ചിലത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആദ്യത്തെ ഒരു സെൻറ്റൻസ് നോക്കുക. ഐ ഗോ ടു തൃശ്ശൂർ എവ്രി ഡേ. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും തൃശ്ശൂരിൽ പോകാറുണ്ട്. ഓക്കെ, ആയ കാരണം കൊണ്ട് എന്താണ്? ഗോ. അതെന്താണ്? ശരിയാണല്ലേ. ഐ ഗോ ടു വർക്ക്. ഓക്കെ, ഐ ഗോ ടു തൃശ്ശൂർ. സോറി, ഐ ഗോ ടു തൃശ്ശൂർ എവ്രി ഡേ അല്ലേ. സോ അത് കറക്റ്റാണ്. രണ്ടാമത്തെ നോക്കുക. സ്റ്റീവ് ഗോ ടു വർക്ക്
എവ്രി ഡേ അത് കറക്റ്റ് ആണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സ്റ്റീവ് ഗോ ടു വർക്ക്. സ്റ്റീവ് എന്നത് എന്താണ്? ലൈക്ക് ഹി എന്ന് പറയുന്ന പോലെ സിംഗുലാർ ആണല്ലേ. സോ ഇവിടെ ഗോ അല്ല വരാ. എന്തായിരിക്കും വരാ? ഗോസ് ആണ് വരാ അല്ലേ. ഗോസ് ആയിരിക്കും വരാ. ഓക്കെ. സ്റ്റീവ് ഗോസ് ടു വർക്ക് എവ്രി ഡേ എന്നാണ് വരാ. ഓക്കെ. അടുത്ത വരെ നോക്കാം. മൂന്നാമത്തെ ബെല്ല. ബെല്ല ഡസൻ ഗോസ് ടു വർക്ക്. ഓക്കെ. ബെല്ല എന്ന് പറയുന്ന ആളെന്താണ്? വ്യക്തി ജോലിക്ക് പോകാറില്ല. ഓക്കെ. നമ്മൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ്? ബെല്ല ഗോസ് ടു വർക്ക് കറക്റ്റ് ആണ്. ബട്ട് നെഗറ്റീവായിട്ട് പറയുമ്പോൾ ബെല്ല ഡസൻറ്റ് ഗോസ് ടു വർക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ ജസ്റ്റ് എന്താണ്? ബെല്ല ഡസൻറ്റ് ഗോ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ. നെഗറ്റീവിൻ്റെ ശേഷം വരുമ്പോൾ നമ്മൾ ഗോ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ. അത് ശ്രദ്ധിക്കുക. ബെല്ല ഡസൻ ഗോ ടു വർക്ക്. പിന്നെന്താണ്? അടുത്ത നാലാമത്തെ ദേ ഡസൻ ഗോ ടു വർക്ക്. ദേ ഡസൻ ഗോ ടു വർക്ക് ക്ലിയർലി എന്താണ്? അത് ഇൻകറക്റ്റ് ആണല്ലേ. ലൈക്ക് ദേ എന്ന് വരുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഡസൻറ്റ് അല്ല, ഡോണ്ട് ആണ്. ഓക്കെ. അത് നമ്മൾ ഗോ എന്നത് ബന്ധപ്പെട്ട് മാത്രമല്ല, കോമൺ ആയിട്ട് തന്നെ ദേ വരുമ്പോൾ നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അതിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഡൂവും ഡസും ഡിഡും അത് പ്രസൻറ്റിലും പാസ്റ്റിലൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട. ബട്ട് ഈ സെൻറ്റൻസുകൾ ഒരുപാട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യരുത്. ഞാനും ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല. ലൈക്ക് ഇതിനാണെങ്കിൽ പോലും നമ്മൾ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്താണ് ചെയ്തത്. സോ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് എന്താണ്? നമ്മൾ ഇതേപോലത്തെ സെൻറ്റൻസ് കാണുക. സിമിലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ മാറ്റി നമ്മൾ പുതിയ സെൻറ്റൻസുകൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. സോ ഇത് ജസ്റ്റ് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. കാരണം നമുക്കിത് ഒരുപാടുണ്ട് അല്ലേ. സോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവും. അപ്പോൾ നമുക്ക് പല പാർട്സ് ആയിട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടും. സോ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി.